എല്ലാവരും അറിഞ്ഞു മഞ്ജു വാര്യരുടെ പടത്തിൽ അനശ്വര അഭിനയിക്കുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, എല്ലായിടത്തും അറിഞ്ഞു. അപ്പം മുതൽ നമുക്കൊരു ഒരു ഒരു പേടി ശരിക്കും നാട്ടിലാണ്. പിന്നെ ഒരു ടോക്ക് വരും, മേ ബി സിനിമ അത്ര ഇതല്ല എന്നുള്ളൊരു ഒരു മിസ്കൺസെപ്ഷൻ നമ്മൾ എല്ലാവരും മൈൻഡിലുണ്ട്. ആ ഒരു പേടി നമുക്ക് അന്ന് മുതലേ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് മനസ്സിലായി അങ്ങനെയൊന്നും അല്ല ശരിക്കും സിനിമ എന്നുള്ളത്. ഞാൻ എൻ്റെ സെറ്റ് ആ ലൈഫൊക്കെ ഞാൻ സ്കൂളിലുള്ളതിനേക്കാളും ഞാൻ അവിടെ പോയി എൻജോയ് ചെയ്തു കുറേ. എനിക്ക് സ്കൂളിലേക്ക് തിരിച്ചു വരണ്ട, സ്കൂൾ തുറന്നു നോക്കണ്ടല്ലോ. അതെ അതെ, 9ാം ക്ലാസ്സിൽ സ്കൂൾ തുറന്നു, എനിക്ക് സ്കൂളിലേക്ക് തിരിച്ചു വരണ്ട. ഞാൻ ചില്ല് ചെയ്യുകയാണ്, 2 മാസം ചില്ല് ചെയ്യുന്നു. സ്കൂൾ എന്നപ്പോൾ ഞാൻ ബോറടി, ശനി ഇവിടെ തിരിച്ചു വന്നു എന്നുള്ള മട്ടിലായിരുന്നു. എനിക്ക് മേ ബി രേഖയിൽ ഭയങ്കര കണക്റ്റ് ആയതും ഒരു പോയിന്റ് അതാണ്. എവിടെയോ ഉള്ള ഒരു രേഖ സിനിമയിൽ അഭിനയിക്കണം. പക്ഷെ ഞാൻ അത്രയും പാഷനേറ്റോ ഭയങ്കര ആഗ്രഹം കൊണ്ട് വന്ന ആളായിരുന്നില്ല, യാദൃശികമായി എത്തിയ ഒരാളാണ്. പക്ഷെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നൊരു ആഗ്രഹത്തിൽ വന്ന ഒരാളാണ് എവിടെ നിന്നോ. അപ്പം കഴിഞ്ഞ ദിവസം രേഖാചിത്രം കണ്ടിട്ട് തന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, മേ ബി നമുക്ക് അനുവിനെ അറിയുന്നതുകൊണ്ടായിരിക്കാം ഇതുപോലെ ഒരു നാട്ടിൽ നിന്ന് അവിടെ എത്തി ഇപ്പം ഇത്രയും ഒരു പോസ്റ്ററിലും ഇങ്ങനൊരു വലിയ സിനിമയിലൊക്കെ അനുവിനെ കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ടെന്ന്. അന്ന് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും എടുത്തൊരു റിസ്ക് പോവാം എന്നുള്ളൊരു എഫേർട്ടിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശരിക്കും വിചാരിച്ചേ ചെറുപ്പം തൊട്ടേ മോണോ ആക്ട് അതെന്നൊക്കെ പറയുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ആണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതായത് ജൂലൈയിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്കൊരു ജനുവരി വരെ കയറണ്ട അല്ലേ? അതാണ് ലക്ഷ്യം. സ്പോർട്സിനൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശം. സ്പോർട്സും ഉണ്ടായിരുന്നു. ഞാൻ ട്രൈ ചെയ്യാത്തൊരു മേഖലയില്ല, എല്ലാത്തിനും ഞാൻ ഓടിച്ചാടി പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം സ്പോർട്സിന് പോയാൽ ലാസ്റ്റ് പീരീഡ് കയറണ്ട, നമുക്ക് പ്രാക്ടീസിന് പോവാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പോർട്സിന് ഞാനത് മിസ്സാക്കി, ലാസ്റ്റ് പീരീഡ് കയറേണ്ട വന്നു. ബാക്കിയുള്ളായിരുന്നു മോളേത്, ഞാൻ പോട്ടെ ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം ഈ ചെറിയ പ്രായത്തിലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫെയിം വരികയാണ്. ഇപ്പോൾ പറയില്ലേ, ഭ്രാന്തിനും ഭയങ്കര സന്തോഷത്തിനിടയിൽ ഒരു തിൻ ലൈനാന്ന് പറയുന്ന പോലെയാണ് ഈ ഫെയിമിൽ നമ്മൾ മുങ്ങിപ്പോവാതിരിക്കുകയും അത് മാനേജ് ചെയ്യാൻ പഠിക്കുകയും ചെയ്യുന്നത്. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തുമ്പോൾ ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആകാശത്തായിരുന്നു. ഭയങ്കര ഒരു വേറൊരു വേൾഡിലാണ് ഞാൻ സിനിമാ നടിയാണ് എന്നുള്ള മട്ടിൽ അങ്ങനെ ഒരു മോഡിൽ ഒരു സോണിലായിരുന്നു ഞാൻ. അപ്പം സ്കൂളിലെത്തി ഞാൻ ഒരു മാസത്തോളം ഞാൻ ലേറ്റായി സ്കൂളിലെത്തുന്ന സമയത്ത്. അപ്പം ഞാൻ ആ ഒരു മോഡിൽ ഭയങ്കര ഞാനിപ്പോൾ സിനിമാ നടിയാണെന്നുള്ള മട്ടിൽ ഞാനും അച്ഛനും അമ്മയും പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടിയിട്ട് അത് ലേറ്റ് ആയല്ലോ എന്ന് പറയാൻ വേണ്ടി കയറുമ്പോൾ തന്നെ കയറിയപ്പോൾ തന്നെ സിസ്റ്ററിന് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് എന്നോട് ആദ്യമായിട്ട് പോയി. സെൽഫി അല്ല അല്ല എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് എന്നോട് പ്രിൻസിപ്പൾ ആദ്യമായിട്ട് ചോദിക്കുന്നത്. ലേറ്റ് ആയതിൻ്റെയാണ് അഫ്കോഴ്സ്. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിൽ കയറി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സിനിമ, എങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണെന്നൊക്കെ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഏതാ. അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ നമ്മൾ വിളിച്ച് സംസാരിക്കുന്നതല്ലാതെ കുറേ നാളിന് ശേഷം കാണുന്നത്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ സംസാരിക്കാൻ. സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരൊക്കെ ഇത് ചോദിക്കും, ടീച്ചേഴ്സൊക്കെ ചോദിക്കും. അറ്റ് ദ സെയിം ടൈം സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ഞാൻ ഈ ഫെയിം, ഈ ഒരു അറ്റൻഷൻ, അതൊക്കെ എനിക്കങ്ങനെ ഭയങ്കര അറ്റൻഷനൊന്നും കിട്ടിയിട്ടുള്ള ഒരാളല്ല ഞാൻ ചെയ്യുന്നതിലൊന്നും ഞാൻ ഭയങ്കര ബെസ്റ്റ് ആയിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ മോണാക്ടും ഈ സ്പോർട്സൊക്കെ ചെയ്യുന്നത് ഞാൻ അതിനൊന്നും ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റൻഷനോ അല്ലെങ്കിൽ അതിനൊരു അപ്രിസിയേഷനോ ഒന്നും ഞാൻ ചെയ്യുന്നതിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു സാധനത്തിന് ഞാൻ ചെയ്തതിനൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ, ആൾക്കാരത് കാണുമ്പോൾ, ആൾക്കാരതിന് കൈയടിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫെയിമും പരിപാടിയൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് കൂടിയാണ് ഞാൻ അതിന് ശേഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിലെത്തിക്കഴിഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞ ടീച്ചേഴ്സ് പറയും, ഓ എന്തായാലും നിൻ്റെ ലൈഫ് ഇനി സെറ്റിലായല്ലോ, ഇനി നിനക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതേപോലെ ടീച്ചേഴ്സ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാരൻസിൻ്റെ അടുത്ത് പോയി പറയാം, അനശ്വരയുടെ കൂടെ കറങ്ങണ്ടെന്ന് പറയണം കേട്ടോ, പിന്നെ അവളുടെ ലൈഫ് സെറ്റിൽഡാണ്, നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് നോക്കാം. കാരണം എനിക്ക് ആറ്റുനോറ്റാണ് എനിക്ക് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുന്നത്. എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ അടുത്ത് പോയി പറയാം, എന്ത് ചെയ്യുമ്പോൾ എന്നെ ഭയങ്കര ഇതാക്കിയിട്ട് കാണാം, അനശ്വര ഓ നീ ഭയങ്കര സംഭവമാണെന്നുള്ള വിചാരമാണല്ലോ, ആ മട്ടിക്കാണ്. പിന്നെ ഞാൻ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ട് ഞാനങ്ങനെ പണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ കല്യാണത്തിന് ഭയങ്കര കുറച്ചായിട്ടേ പോകാറുള്ളൂ. അപ്പോൾ
സിനിമ റിലീസായിട്ട് ഒരു കല്യാണത്തിന് പോയി. അപ്പോൾ കല്യാണ ചെക്കൻ്റെ പെണ്ണിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. എൻ്റെ റിലേറ്റീവ് ആണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂടെ എല്ലാവരെയും വിളിക്കായിരുന്നു, എല്ലാവരും വാ വാ. ഞാൻ പറഞ്ഞപ്പോൾ ഞാനില്ല, എൻ്റെ അമ്മയൊക്കെ പുറത്താണ്, ഞാനില്ല പറഞ്ഞാൽ അതിലേ കൂടെ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അമ്മയുടെ അടുത്ത് ഞാൻ പോയി. അപ്പം പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു FBയിൽ ഒരു വലിയ റൈറ്റപ്പാണ് എനിക്ക് എല്ലാവരും അയച്ചു തരുവാണ് അമ്മയ്ക്കൊക്കെ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു നായികയെ കണ്ടു, പിന്നെ കല്യാണത്തിന് വന്നിട്ട്, പിന്നെ താരജാടയിലുള്ള അഹങ്കാരം. അതായത് എനിക്കപ്പോൾ 15 വയസ്സാണ്. താരജാടയിൽ മുങ്ങി നിൽക്കുന്ന അവരുടെ ഇത് കാണണമായിരുന്നു. ഇതൊക്കെ കുത്തി നിറച്ചത് എന്നിട്ട് സ്വപ്നലോകം, ഈ വിഷമൊക്കെ ആ കുട്ടിയിൽ കുത്തി നിറച്ച് സ്വപ്നലോകത്തുള്ള അച്ഛനമ്മമാരായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ റൈറ്റപ്പ്. ഇയാൾക്ക് വയ്യ അതിൽ പോണെ. അപ്പം അതൊക്കെ എനിക്ക് കണ്ടിട്ട് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ ഞാൻ കാണുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി. പക്ഷെ എനിക്കിത് വേണ്ട, എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഞാൻ ഭയങ്കര കാഷ്വലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ആൾക്കാർ ഭയങ്കര പോയിന്റ് ചെയ്ത് നോട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി. ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് എന്നെ ഭയങ്കര ഒറ്റപ്പെടുത്തുന്നത്. ഞാൻ കുറേ സമയം ക്ലാസ്സിലൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, എനിക്കിത് എടുക്കാൻ പറ്റാഞ്ഞിട്ട്. എന്നെ ഭയങ്കര മെൻ്റലി എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കുറേ ദിവസങ്ങളിൽ എടുക്കാൻ പറ്റാതെ ഞാനത് ക്ലാസ്സിലിരുന്ന് കരഞ്ഞ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്ന സമയം, ഞാൻ സ്കൂൾ മാറുകയാണെന്ന് പറഞ്ഞ സമയം, ഈ പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും പോകുമ്പോഴേക്കും എവിടുന്നെങ്കിലും, കാരണം എനിക്ക് ആ സമയത്തൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോൾ മടുത്ത് കഴിഞ്ഞ് ഞാൻ സെൽഫിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ അഹങ്കാരം, ഒരു സെൽഫിക്ക് വെച്ച് ആ മോഡിലായി എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ്, മറ്റേ സൈഡ് അറിഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം അത് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിനകത്ത് യൂസ്ഡായി. ഇത് ഈ ഒരു കാര്യത്തിന് അതിന് 2 സൈഡുണ്ട്, പോസിറ്റീവും നെഗറ്റീവ് സൈഡുണ്ട്. രണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യണം എന്നൊരു തിരിച്ചറിവ് ഒരു പോയിന്റിൽ ഞാൻ എത്തി. വളരെ നേരത്തെ തുടങ്ങിയത് നന്നായി. അതെ, തുടങ്ങിയപ്പോഴേ എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയോണ്ട് ഞാൻ അതിനകത്ത് യൂസ്ഡായി. ഈ ടീനേജ് സമയത്താണ് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടുന്നൊരു സമയമാണ്. ശരിക്കും ചേച്ചി എന്ന് പറയുന്ന ഒരു സുഹൃത്തിൽ നിന്നും പുതിയ സുഹൃത്തുക്കൾ വരുന്നൊരു ടൈമാണ്. ആ സമയത്ത് ആ സിനിമ അങ്ങ് വർക്കായി. അനശ്വര തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ അഭിനയിച്ച് എല്ലാവരും രക്ഷപ്പെട്ടു പോയത്. ഇപ്പം മാത്യു ആണെങ്കിൽ ലിയോയിൽ വിജയ് സാറിൻ്റെ കൂടെ ചെയ്യാണ്. ഇപ്പോൾ പ്രേമലു അവിടെ മമിതയും നസ്ലിനും കൂടി അവർ അവിടെ ഭയങ്കര ഒരു നല്ല ഇതായി മാറി. അങ്ങനെ ട്രെൻഡിങ്ങായി എല്ലാവരും മുന്നോട്ട് പോയൊരു സമയമാണ്. എൻ്റെ അറിവിൽ നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ പലപ്പോഴും ഞാൻ കാണാറുള്ളത് കമ്പാരിസൺസാണ്. ഇപ്പം ഒരിക്കൽ ഒരാൾ എൻ്റെ അടുത്ത് ഈ പ്രേമലു ഇറങ്ങിയ സമയത്താണ് ഒരു മീഡിയയിൽ ഒരാൾ, ഇപ്പം അനശ്വരയും മമിതയും തമ്മിലേ ഇതിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേ തെറ്റിയിരിക്കുകയാണ് അവർ. എന്താ അവർ തെറ്റിയ, അത് അവരുടെ ആ ഫെയിം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരു സിനിമ മമിതയ്ക്ക് നന്നായി വരുമ്പോൾ അനശ്വരയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ശരിക്കും ചിരിയാ വന്നേ അത് കേട്ട് കഴിയുമ്പോൾ. എന്നിട്ട് പിന്നീടുള്ള നമ്മൾ ഓൺലൈൻ ചില ഇതിൽ കാണുന്നത് നിങ്ങൾ തമ്മിൽ നേരിട്ട് വരുന്നൊരു സമയത്ത് അവർ കെട്ടിപ്പിടിക്കുമോ, നമ്മളിതെല്ലാം ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ കാണുകയാണല്ലോ. ശരിക്കും ഒരുപാട് അനാവശ്യമായ കമ്പാരിസൺസ് വന്നിട്ടുണ്ടെന്നൊരു തോന്നലില്ലേ, വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്, ഒരു ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഇടയിലൊരു കമ്പാരിസൺ വരേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇടയിൽ നമ്മുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷനോ ഒന്നുമില്ല. ഇറ്റ്സ് എ ഹെൽത്തി കോമ്പറ്റീഷൻ. അത് എല്ലാവരുടെ ഇടയിലും അതുണ്ട്. അല്ലാതെ എനിക്കത് അതിനേക്കാൾ നന്നാവണം അങ്ങനൊരു സാധനം ആരുടെ ഇടയിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മാത്യു നസ്ലിനായാലും അവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഞാനും മമിതയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഇടയിലൊരു കമ്പാരിസണോ ഇതാരാണ് ബെസ്റ്റെന്നോ ആരാണ് ബെറ്ററെന്നോ എന്നുള്ളൊരു കോമ്പറ്റീഷനോ ഒരു മത്സരത്തിനോ അല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അതിനകത്ത് ബെസ്റ്റ് ആവണം, ഒരു ബെറ്റർ ആവണം. ബെസ്റ്റ് ആവണം എന്നുള്ളതിനേക്കാളും ബെറ്റർ ആവണം. അത് നല്ല രീതിയിൽ ചെയ്യണം. എനിക്ക് കിട്ടിയ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യണം. എല്ലാവരും അവരുടേതായ രീതിയിൽ യുണീക്കാണ്. അവരുടേതായ രീതിയിൽ അവരത് യുണീക്ക് ആക്കുന്നുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും. അതങ്ങനെയൊന്നും അങ്ങ് പോട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു കമ്പാരിസണോ ഒരു ആരാണ് ബെറ്റർ എന്നറിയാനുള്ള ഒരു പോളോ ഒന്നും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾ സംസാരിക്കണേ? ഉണ്ട് ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇല്ലേ? ഈ സാധനങ്ങളൊക്കെയാണോ ഷെയർ ചെയ്യണത്? പുതിയത് വന്നിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ള. നമുക്ക് ശരണ്യ ടീമിൽ 4 പേരുള്ള ഒരു ഗ്രൂപ്പുണ്ട്, അന്നേ ഉള്ളത്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അബൌട്ട് ഇസ് ഫ്രണ്ട്ഷിപ്പ് ഫോർ അനശ്വര? ഫ്രണ്ട്ഷിപ്പ് ഈ പറഞ്ഞ ഭയങ്കര കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ, ഭയങ്കര ചുരുക്കം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എൻ്റെ പണ്ട് സ്കൂൾ മുതലുള്ള 2 പേരും അങ്ങനെ 2-3 ആൾക്കാർ അത്രേ ഉള്ളൂ. കയ്യിലെണ്ണം അത്രേ ഉള്ളൂ. ഇൻക്ലൂഡിങ് എൻ്റെ ചേച്ചി ഒരു 5 പേര് എൻ്റെ ഗ്രൂപ്പായിട്ട്, മൊത്തം സർക്കിളായിട്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. എൻ്റെ
ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ ഏതൊരു സിറ്റുവേഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ്. എൻ്റെ ഒരു മോശ സമയത്ത് ഞാൻ ഒരു കോട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ക്ലാപ്ഡ് ഹാർഡർ ഫോർ മീ ദാറ്റ് ഐ കുഡൻ ഹിയർ ദാറ്റ് വേറെ ആരും ക്ലാപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത്. എനിക്ക് വേണ്ടി അത്രയും എൻ്റെ ചേച്ചിയും എൻ്റെ ആൾക്കാരും എനിക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കത് വേറെ ആരൊക്കെ ക്ലാപ്പ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് കേട്ടിട്ടില്ല. അങ്ങനെ എന്നെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ് എനിക്ക്. അതേപോലെ ഞാൻ തിരിച്ചു അങ്ങനെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ നല്ലതെന്തെങ്കിലും ഇപ്പം ചേച്ചീനെ പറ്റി എൻ്റെ ചേച്ചി അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെനിക്ക് റീൽസിലൊക്കെ വരുമല്ലോ, ഭയങ്കര ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിട്ട് അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടിരുന്ന് കളിയാക്കുക. അതായത് എന്നെ ഒരു ഡില്യൂഷൻ വേൾഡിൽ നിർത്തുന്ന എൻ്റെ ആൾക്കാർ കളിയാക്കും. ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കളിയാക്കുന്ന ഒരു ഗ്രൂപ്പാണ് എനിക്കുള്ളത്. എന്നെ അങ്ങനെ ഒരിക്കലും എന്നെ ഒരു ഡില്യൂഷണൽ വേൾഡിൽ നിർത്തുന്ന ആൾക്കാരല്ല. അതായത് ഇല്ല നീ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ്, നീ ചെയ്യുന്നതൊക്കെ നല്ലത് എന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ നിർത്തുന്ന ആൾക്കാരല്ല. എനിക്ക് എപ്പോഴും റിയാലിറ്റി ചെക്ക് തരുന്ന, ഇങ്ങനെയാണ് കാര്യങ്ങൾ, അത് നോക്കി ചെയ്യണം എന്നെനിക്ക് റിയാലിറ്റി ചെക്ക് തരുന്ന കൂടിയുള്ള ആൾക്കാരാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും ചേർത്ത് നിർത്തുന്ന എൻ്റെ ആൾക്കാരാണ്. ഒരിക്കലും ലൂസ് ചെയ്യേണ്ട. അവർക്ക് വേണ്ടി ഞാൻ അവരെ ചേർത്ത് നിർത്താൻ വേണ്ടി ഞാൻ എഫേർട്ട് എടുക്കാറുണ്ട്. ബട്ട് അതിലും കൂടുതൽ എനിക്ക് എന്നെ അങ്ങനെ നിർത്താനും അവരങ്ങനെ എഫേർട്ട് എടുക്കാറുണ്ട്.